ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 17 അനോമലസ് ഫൈനസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അനോമലൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേർബ് ആണ് കേട്ടോ. ദേ ആർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേർബ് വിച്ച് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് ഷോസ് ദ ടെൻസ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? എ വേർബ് വിച്ച് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഷോ ദ ടെൻസ്. ഇതിൽ ഈ ഒരു വേർബിൽ സബ്ജക്റ്റും പിന്നെ ടെൻസും കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ക്ലിയർ ആയില്ലേ? ദർ ആർ 24 ടൈപ്സ് ഓഫ് അനോമിനൽ ഫിറ്റ്നസ്. അപ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? 24. ആൻഡ് ദേ ആർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേർബ്സ്. ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനൊപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ടെക്സ്റ്റ് ഒപ്പം നിവർത്തി വെക്കുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിളും ഒപ്പം വെച്ച് പഠിക്കുക കേട്ടോ. അപ്പം ഇനി ബാക്കി നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു 24 ഫൈനൈറ്റ് വേർബ്സ് ഉണ്ട്, അല്ലെങ്കിൽ 24 വേർബ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസിൽ വരുന്നത് ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ്, ഷാൽ, വിൽ, ക്യാൻ, മേ, മസ്റ്റ്, ഓട്ട്, നീഡ് ആൻഡ് ഡെയർ. ഇനി പ്രസൻറ്റ് ടെൻസിൽ വരുന്നത് വാസ്, വേർ, ഹാഡ്, ഡിഡ്, ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്, യൂസ്ഡ്. 15 ഫൈനൈറ്റ്സ് വരുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് കേട്ടോ. ഏതൊക്കെ? ഈസ്, ആം, ആർ, ഹാവ്, ഡു, ഡസ്, ഷാൽ, വിൽ, ക്യാൻ, മേ, മസ്റ്റ്, ഓട്ട്, നീഡ് ആൻഡ് ഡെയർ. പിന്നെ 9 പാസ്റ്റ് ടെൻസിൽ വാസ്, വേർ, ഹാഡ്, ഡിഡ്, ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്, യൂസ്ഡ്. ടോട്ടൽ 24 അനോമലസ് ഫൈനൈറ്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ 15 പ്രസൻറ്റിലും 9 പാസ്റ്റിലും. ഓക്കെ, ഇതിൽ ചിലതൊക്കെ ഓക്സിലറീസ് ആണ് അല്ലേ? അതേസമയം ചിലതൊക്കെ നമ്മൾ മെയിൻ വേർബായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ചിലതൊക്കെ നമ്മൾ മെയിൻ വേർബ്സിൽ വരുന്നുണ്ട് എങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതെല്ലാം ഓക്സിലറിയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇവർ ഓക്സിലറീസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ദ ഹെൽപ്പ് മെയിൻ വേർബ് ടു ഫോം ദെയർ ടെൻസ് ആൻഡ് മൂഡ്സ്. ഇപ്പോൾ ഓക്സിലറി ആയിട്ട് നിൽക്കുമ്പോൾ ഇവർ മെയിൻ വേർബിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ? മെയിൻ വേർബിനെ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? ടെൻസ് ഫോം ചെയ്യാനും മൂഡ്സ് ഫോം ചെയ്യാനും കേട്ടോ. ഇനി അനോമലസ് ഫൈനൽസ് ആയിട്ട് നിൽക്കുമ്പോൾ ദേ സെർവ് അതർ പേർപ്പസസ്. ആ സമയത്ത് ഇവർക്ക് വേറെ പേർപ്പസാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു ഫൈനൈറ്റ്സിൽ മൊത്തം 24 ഉണ്ട്, പ്രസൻറ്റിൽ 15 പാസ്റ്റിൽ 9. അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ഓക്സിലറീസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഒരു ഓക്സിലറീസ് ആയിട്ട് നിൽക്കുമ്പോൾ ദേ ഹെൽപ്പ് ദ മെയിൻ വേർബ് ടു ഫോം ദെയർ ടെൻസ് ആൻഡ് മൂഡ്സ്. ഇനി നേരെ മറിച്ച് ഒരു അനോമലസ് ഫിറ്റ്നസ്സിൽ നിൽക്കുമ്പോൾ ദേ സെർവ് അതർ പേർപ്പസ്. ഞാൻ അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അനോമലസ് ഫൈനൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു ഇറഗുലർ വേർബാണ് കേട്ടോ. ദേ ആർ ഇറഗുലർ വേർബ്. കാരണം അവർ പാസ്റ്റ് ടെൻസിൽ അവർ എന്ത് ചെയ്യുന്നില്ല? സാധാരണ ഒരു ഇതിൽ നമ്മൾ വേർബ് ഫോം ചെയ്യുക, ഒന്നെങ്കിൽ ED, D, T ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് അല്ലേ? ഇപ്പോൾ വാക്ക് എന്നുള്ളത് പാസ്റ്റ് ഫോം ചെയ്യുക വാക്ക്ഡ് എന്നുള്ളതാണ്. ബിൽഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ബിൽഡ് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ED, D, T ആഡ് ചെയ്തിട്ടാണ് ഒരു വേർബിൻ്റെ പാസ്റ്റ് ഫോം. പക്ഷേ ഇവരുടെ പാസ്റ്റ് ടെൻസ് നമുക്ക് റെഗുലർ പോലെ ഫോം ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റൂട്ട് വൗവലിൽ ചേഞ്ച് കൊണ്ടുവരണം. ഓക്കെ, അതിൻ്റെ റൂട്ട് വൗവലിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് അനോമലസ് ഫൈനൻസിൽ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു അനോമലസ് ഫൈനാൻസിനെ നമ്മൾ ഇറഗുലർ വേർബ് എന്ന് പറയുന്നത്. ഇനി ചില അനോമലൽ ഫൈനാൻസിനെ പാസ്റ്റ് ടെൻസ് ഒട്ടും ഫോം ചെയ്യണില്ല. അത് ഏതൊക്കെയാണ്? അതായത് മസ്റ്റ്, ഓട്ട്, നീഡ് ആൻഡ് ഡെയർ. ഇവർക്ക് എന്താണ്? പാസ്റ്റ് ടെൻസ് ഫോമേ ചെയ്യണില്ല. പിന്നെ അനോമലസ് ഫൈനാൻസ് നമുക്ക് നോട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അത് അനോമലസ് ഫൈനാൻസ് ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് നോട്ട്. ഇത് നോട്ടാണ് കേട്ടോ. ദ ഷോർട്ട് എൻഡഡ് ഫോം ഓഫ് നോട്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ട്രൂ. ഇവിടെ N അപ്പോസ്ട്രോഫി ഒപ്പം T. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ട്രൂ. അതെങ്ങനെയാണ്? ഇറ്റ് ഈസിൻറ്റ് ട്രൂ എന്നാണ് കേട്ടോ. അതേപോലെ വി ആർ ഇൻ കമ്മിങ്. അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഇവിടെ R എന്നുള്ളത് അനോമലസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കാരണം അത്രയും ഗ്രാമർ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നിവർത്തി വെച്ചിട്ട് വേണം എല്ലാതും കാണാൻ കേട്ടോ. ടെക്സ്റ്റ് അപ്പം നിവർത്തി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ചെറിയ ഷോർട്ട് പോയിന്റ്സ് എഴുതിയിട്ട് നല്ലപോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഓരോ ടോപ്പിക്ക് എഴുതുക, അതിൽ നിന്ന് ഡെഫിനിഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക. 2 എക്സാമ്പിൾ എഴുതിക്കോ. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ആകെ പുകയും, തല ഇങ്ങനെ പുകഞ്ഞു വരും. കാരണം അതങ്ങനെയാണ്, ഗ്രാമറാണെങ്കിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ എല്ലാ വീഡിയോസും ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ,
താങ്ക്സ് ഫോർ വാച്ചിങ്.